നമസ്കാരം. ഇറാനിൽ യുദ്ധം ആരംഭിച്ച് ഒരു മാസം പിന്നിടുമ്പോൾ തലസ്ഥാനമായ ടെഹ്റാനിലെ ജനജീവിതം അതീവ ദുസ്സഹമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് BBC പേർഷ്യൻ റിപ്പോർട്ടർ ഗോഞ്ചെ ഹബീബിയാസാദിന്റെ റിപ്പോർട്ട്. ഇറാനിൽ യുദ്ധം ആരംഭിച്ച് ഇപ്പോൾ ഒരു മാസത്തിലേറെയായിരിക്കുന്നു. ഇറാനിൽ സർക്കാർ ഏർപ്പെടുത്തിയ ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുമ്പോഴും രാജ്യത്തിനകത്തുള്ള ചിലരുമായി ബന്ധപ്പെടാൻ തനിക്ക് സാധിച്ചു എന്നും അവർ തന്നോട് പറയുന്ന കാര്യങ്ങളുമാണ് ഇവരുടെ കുറിപ്പിലുള്ളത്. സർക്കാർ ഏർപ്പെടുത്തിയ കർശനമായ ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾക്കിടയിലും വിദേശ മാധ്യമങ്ങളോട് സംസാരിച്ച ഇറാൻ പൗരന്മാരുടെ അനുഭവങ്ങൾ പുറം ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. യുദ്ധം ഏറ്റവും കഠിനമായി ബാധിച്ച ടെഹ്റാനിൽ നിന്നുള്ള ചില പ്രധാന വിവരങ്ങളാണ് കുറിപ്പിലുള്ളത്. ടെഹ്റാനിലെ യുവാക്കളും സാങ്കേതികവിദ്യയിൽ അറിവുള്ളവരുമായ പലരും വലിയ തുക നൽകി ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. സ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ട് പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്ന അവസ്ഥയിലാണ് ജനങ്ങൾ. സ്ഫോടനങ്ങളുടെ ആഘാതത്തിൽ വീടുകളിലെ ജനൽ ചില്ലകൾ വിറയ്ക്കുന്നതും തുടർച്ചയായ ആക്രമണങ്ങൾ മൂലം ഉറക്കം നഷ്ടപ്പെടുന്നതും സാധാരണമായി മാറിയിരിക്കുന്നുവെന്നാണ് ഇവർ പറയുന്നത്. യുദ്ധം സൃഷ്ടിച്ച മാനസിക ആഘാതം ജനങ്ങളെ ആഴത്തിൽ ബാധിച്ചിട്ടുണ്ട്. പലർക്കും ആഴ്ചയിലെ ദിവസമോ സമയമോ പോലും തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം ജീവിതത്തിന് താളം തെറ്റിയിരിക്കുന്നു. ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാടുകളും മനോഭാവവും മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഭരണകൂടത്തോട് വിയോജിപ്പുള്ളവരാണ് ഭൂരിഭാഗമെങ്കിലും യുദ്ധത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഭിന്ന അഭിപ്രായമുണ്ട്. ചിലരിപ്പോഴും പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുമ്പോൾ ഭൂരിഭാഗം പേരും യുദ്ധം ഉടൻ അവസാനിക്കണമെന്ന ആഗ്രഹം പുലർത്തുന്ന ആളുകളുമാണ്. വിദേശ മാധ്യമങ്ങളോട് സംസാരിച്ചാൽ അധികൃതർ അറസ്റ്റ് ചെയ്യുമെന്ന ഭയത്താൽ തന്നെ BBC പേർഷ്യൻ റിപ്പോർട്ടർ ഗോഞ്ചെ ഹബീബിയാസാദ് തന്നോട് സംസാരിക്കുന്ന യുവാക്കളുടെ പേരോ മറ്റു വിവരങ്ങളോ പുറത്തുവിട്ടിട്ടില്ല. സുരക്ഷ തേടി പലരും ടെഹ്റാനിൽ നിന്നും മറ്റ് പ്രവിശ്യകളിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും കുടുംബത്തോടൊപ്പം നിൽക്കുന്നതാണ് കൂടുതൽ ആശ്വാസമെന്നും ടെഹ്റാനിലെ സമ്മർദ്ദങ്ങൾക്കിടയിലും അവിടേക്ക് മടങ്ങാനാണ് ആഗ്രഹിക്കുന്നതെന്നും നഗരം വിട്ടുപോയ ചില യുവതികളും വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ യുദ്ധത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. ചിലർ ഇപ്പോഴും ഇരുട്ടിനൊടുവിൽ ഒരു വെളിച്ചമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ മറ്റു ചിലരാകട്ടെ തീർത്തും മടുത്തിരിക്കുന്ന അവസ്ഥയാണ്. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതെന്നും റിപ്പോർട്ടിൽ അതിവൈകാരികമായ കുറിപ്പോടുകൂടി BBCയുടെ പേർഷ്യൻ സെക്ടർ റിപ്പോർട്ടർ പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ടെഹ്റാനെ കേന്ദ്രീകരിച്ചാണ് ആക്രമണങ്ങൾ പലതും കടുക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും ആക്രമിക്കുന്നത് തലസ്ഥാന നഗരിയായ ടെഹ്റാനെ തന്നെയാണ് ഇറാന്റെ. ഈ ഒരു ഘട്ടത്തിൽ അവിടെയുള്ള ജനജീവിതം അതീവ ദുസ്സഹമാണ്. ഇതിനു മുൻപ് തന്നെ കലാപഭൂമിയായി മാറിയിരുന്നു ടെഹ്റാൻ. അയതുള്ള അലി ഖമനയുടെ ഭരണകൂടത്തിനെതിരെ അതിഭീകരമായ പ്രതിഷേധങ്ങളാണ് രാജ്യത്ത് നിലനിന്നിരുന്നു. ജനുവരിയിലും ഡിസംബറിലുമായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെയും നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും അതിഭീകരമായ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും കാരണം ജനജീവിതം ബുദ്ധിമുട്ടിലായിരുന്ന ഘട്ടത്തിലാണ് ഫെബ്രുവരി 28 ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിക്കുന്നത്. ഈ ഘട്ടത്തിൽ ജനജീവിതം വീണ്ടും പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നതെന്നാണ് റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കുന്നത്. എന്തായാലും അശാന്തമായി ഇറാൻ തുടരുകയാണ്. ഇറാനിൽ നിന്നും നേരിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ഇതുവരെയും ലഭ്യമാകുന്നില്ല. ഇറാൻ ആരെയും അങ്ങോട്ടേക്ക് അനുവദിക്കുന്നില്ല. മാധ്യമങ്ങളെ പല മാധ്യമങ്ങളും BBC അടക്കമുള്ള ആഗോള മാധ്യമങ്ങൾ, പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് കിട്ടുന്ന ആളുകളോട് സംസാരിച്ച് റിപ്പോർട്ടുകൾ എടുക്കുന്ന രീതിയാണ് ഇപ്പോഴും തുടരുന്നത്.